എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നുള്ളത് കണ്ണൂര് കോട്ടയുടെ അകത്താണ്. അപ്പൊ നമുക്കിത് കോട്ടയായിട്ടുള്ള കുറച്ച് നിങ്ങൾക്ക് വീഡിയോസ് കുറച്ച് കാണാം. അപ്പൊ എല്ലാവരും പ്രത്യേകതരം ഫുഡ് അങ്ങനെയൊക്കെയുള്ളതാണ് കൂടുതൽ എല്ലാവരും അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഞാൻ കാണുന്നത് സ്ഥലങ്ങൾ, പല സ്ഥലങ്ങളും പലർക്കും ആൾക്കാർ കാണാതെ ഉണ്ടാകും. കണ്ണൂരിലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ട് എൻ്റെ ഉദ്ദേശം ഞാൻ പല സ്ഥലങ്ങളും കാണാതെ ആൾക്കാരിലേക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് ബ്ലോഗാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാവുന്നതായിരിക്കും. നമുക്ക് അങ്ങോട്ടേക്ക് കാഴ്ചകളിലേക്ക് പോകാം. വരും. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇന്ന് സൺഡേ ആണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ സ്ഥലം കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ള, നിങ്ങളിലേക്ക് കാണിച്ചു തരാൻ പറ്റുന്ന പല കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കോട്ടയുടെ പ്രവേശന കവാടം അല്ലേ? ഇതാ ഇവിടുന്ന് ഉള്ളിലേക്ക് കയറിയ ബീച്ചുകളും കടല് ഒക്കെ കാണാൻ പറ്റും. നല്ല വെയിലാട്ടോ, അതുകൊണ്ട് ഞാൻ കുട ചൂടിയിട്ടുള്ളത്. ഭയങ്കര വെയില, തലവേദന എടുക്കും. അപ്പം നമുക്ക് ഇതേ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ല ബീച്ച് കാണാം. ഇവിടത്തേക്ക് പോയി കഴിഞ്ഞാൽ പാർക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് കണ്ടു നോക്കാം. പണ്ടിവിടെ ഷോ ഒക്കെ എന്തൊക്കെ പിന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇരിക്കുന്ന ഇത്രയും കാഴ്ചക്കാർക്ക് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതൊന്നും ഇവിടെ ഇല്ല. കുറേ കഴിയുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിനകത്ത് ഒരുപാട് ചരിത്രങ്ങളുണ്ടാവും പറയാൻ പറ്റും. പക്ഷേ ആ ചരിത്രങ്ങളൊന്നും പറയാൻ നമുക്കറിയില്ല. പക്ഷേങ്കിൽ ഒരുപാട് എന്താ പറയുക, നല്ലൊരു പ്രത്യേകത നിറഞ്ഞ കോട്ടയാണിത്. ഇതേപോലത്തെ ഒരു കോട്ട തലശ്ശേരിയിലും ഉണ്ട്, ഇതേ കണ്ണൂരിലും ഉണ്ട്. അപ്പോൾ തലശ്ശേരി കോട്ട നമുക്ക് വേറൊരു അവസരത്തിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ കണ്ണൂരിലുള്ള വിശേഷങ്ങളാണ്. വലിയ പാർക്കാണ് കേട്ടോ. പാർക്ക് എന്ന് പറഞ്ഞാൽ പാർക്ക് കഴിഞ്ഞാൽ സൈഡിൽ മൊത്തം പിന്നെ കടലാണ്. നല്ല ഭംഗിയുള്ള, എന്താ ഇവിടെ വന്നാലങ്ങ് പോകാനൊന്നും തോന്നൂല. ഈ വൈകുന്നേരത്തെ ഈവനിങ് യാത്രക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഇത് കണ്ടോ, പീരങ്കി ഉള്ള മോഡൽ കണ്ടോ? ഇത് പണ്ട് ശത്രുക്കൾ ഈ കടൽ വഴിയാന്ന് കപ്പലിലേക്ക് വന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറുന്നതിന് അവരെ എതിർക്കാൻ വേണ്ടിയിട്ട് ഉള്ള വെച്ച സംഭവമാണ് ഇത് പീരങ്കി. കണ്ടോ, നമുക്ക് കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. അതിനെ കുറച്ച് പിന്നെ കേട്ടിട്ട് അറിയുന്ന അറിവാണ് ഞങ്ങൾ ഇതിനകത്ത് കൂടി ഞങ്ങൾ പകരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒക്കെ വെച്ചിട്ടുള്ളത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരിക്കലെങ്കിലും കണ്ണൂർ കോട്ട വന്ന് കാണുക എല്ലാവരും. പിന്നെ കാണുന്നത് ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട് കേട്ടോ. ജയിലിലാക്കിയിട്ട് ഷൂട്ടിംഗ് നടന്ന മറുപടി സിനിമ അങ്ങനെയുള്ള പല സിനിമകളും ഇവിടെ നിന്നായിരുന്നു ഷൂട്ടിംഗ് ചെയ്തത്. വന്നോ, ഇവിടെ ഒരുപാട് സ്ഥലം നടന്ന് കാണാറുണ്ട്. പക്ഷേങ്കിൽ ഭയങ്കര വെയിലാണ്. അങ്ങനത്തെ മേലെയൊക്കെ ആൾക്കാർ പോയി അങ്ങ് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സീനറി ഒക്കെ കാണാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് ജയിലെല്ലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. അത് കണ്ടോക്കാം.
കേട്ടാ നല്ല സ്ഥലം. ഒരുപോലെ തന്നെയുള്ളതാ. ഓ രണ്ടും എല്ലാം ഒരേപോലെ ഉള്ളതാണ്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഒരേ വ്യൂ ആണ്. എന്താ വളരെ വെളിച്ചം നല്ല തണുപ്പ്. ഇതിലൂടെ എത്തുമ്പോൾ ചൂടിന് കുറച്ച് ആശ്വാസം. മേലെല്ലാം ഹോൾസ്, ഹോൾസിലും കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇടക്കിടക്ക് ഇതുപോലത്തെ ഹോൾസ് ഉണ്ട്. ഇത് എത്രയോ വർഷം മുന്നേ, ഇതിൻ്റെ വർഷം നമുക്ക് പറയാനറിയില്ല, എത്രയോ വർഷം മുന്നേ കണ്ട മേലെയൊക്കെ അത് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം ഊർന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ജയില് നുഴഞ്ഞേറ്റക്കാരൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്താണ് പിടിച്ച് കയറ്റുക. കണ്ടോ ജയില് പോലത്തെ സ്ഥലം, ഇതാ ജയില്, ഇതാണ് സ്ഥലം. ഇത് നല്ല കടലിൻ്റെ വ്യൂ ഇവിടെ കാണാൻ പറ്റുന്നു. നമ്മൾ നോക്കിയേ, ഇതാ താഴെ എന്തൊരു ഭംഗിയാ നോക്കിയേ. ദൂരെ അങ്ങോട്ട് കാണുന്നതാണ് ബീച്ച്. അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടത്തേക്ക് നമുക്ക് പോകണം. ഇംഗ്ലീഷിലാ ഇത്? ഇംഗ്ലീഷിൽ ഇവിടുത്തെ ഇതിൻ്റെ ചരിത്രം എന്തോ ആണെന്ന് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷും വേറെ എന്തെങ്കിലും ഭാഷയോ എന്നറിയില്ല. ഇംഗ്ലീഷ് തന്നെയാണിത്. എന്താന്ന് നമുക്ക് തന്നെ ഇത് വലിയൊരു പീരങ്കിയാണ്. കടൽ വഴി ശത്രുക്കൾ വരുമ്പോൾ ഇതിന് ചുറ്റും പീരങ്കികളാണ്. അപ്പോൾ ഈ പീരങ്കി ഉപയോഗിച്ചിട്ട് ശത്രുക്കളെ നേരിടും. ഇത് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. പക്ഷേ ഇന്നും ദ്രവിക്കാതെ തുരുമ്പിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉരുക്കാണിത്, ഉരുക്ക്. ഇതുപോലുള്ള ചുറ്റിലും പീരങ്കിയുണ്ട്. ഇതൊക്കെ ഇപ്പോഴും ഒരു ചരിത്ര സ്മാരകമായിട്ട് നിലകൊള്ളിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു ദ്വാരം കാണുന്നുണ്ടോ? ഇതുവഴിയാണ് തീ കൊടുക്കുന്നത്. ഉള്ളിൽ വെടിമരുന്ന് നിറച്ചിട്ട്. ഇതൊക്കെ ഭയങ്കരമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. ഇത്
പണ്ട് ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാവൽ നിൽക്കുന്ന സ്ഥലമാണിത്. നല്ല സുഖം കിടക്കാൻ വേണ്ടിയിട്ട്, നല്ല കാറ്റ്, നല്ല തണുപ്പും. ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനൊന്നും തോന്നൂല. ഭയങ്കര രസമാണ്, നല്ല തണുപ്പ്. എന്ത് രസം അറിയാം. വെയിൽ കണ്ടു കഴിഞ്ഞാൽ വെയിലത്തേക്ക് പോകണമെന്നേ തോന്നൂല, ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ തോന്നും. പണ്ട് മരം കയറി പണ്ട് നമ്മള് പിന്നെ മാവിന്റെ മേലെല്ലാം കയറിയിട്ട് മാങ്ങയെല്ലാം പറിച്ചിട്ട് തിന്നലെല്ലാം ഉണ്ട്. സ്കൂൾ പഠിക്കുന്ന സമയത്ത് കൈതച്ചക്ക ഉണ്ടാവും പോകുന്ന വഴിക്കല്ലോ. ഇനി കൈതച്ചക്കെല്ലാം അങ്ങനെ പറിച്ചിട്ട് കല്ലിലൊടച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടെല്ലാം തോന്നുന്നു. അങ്ങനത്തെ ഭയങ്കര ഗൃതിയും കുരുത്തക്കടെല്ലാം ഭയങ്കരേനും. എല്ലാ സ്കൂളിൽ പോകുന്ന സമയത്ത് പുളിയെല്ലാം കീശയിലിട്ടിട്ട് കൊണ്ടുപോയിട്ട് സ്കൂളിൽ ബാക്ക് ക്ലാസ് എടുക്കുന്ന സമയത്തെല്ലാം തിന്നല നമ്മുടെ പരിപാടി. നമ്മൾ കുറേ ടീംസ് ഉണ്ട്. ആ ടീംസിനെ ഞാൻ കാണിച്ചു തരും കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നമ്മുടെ ടീംസിനെ കാണാൻ. ബീച്ചുകളുണ്ടെങ്കിലും കൂടി ഫുള്ള് കടലാട്ടോ. കടലിന് ചുറ്റുമാണ് ഈ സംഭവം ഉള്ളത്. സൈഡ് മുഴുവൻ കടല, ചുറ്റുമല്ല, സൈഡ് മുഴുവൻ പയ്യാമ്പലം ബീച്ചിൻ്റെ സൈഡിലുള്ള കടൽ, ഇതൊക്കെ ഒന്നിച്ച് ചേരുന്ന ബീച്ചാണിത്. വെള്ളം നിൽക്കേ വെള്ളത്തിന് മാത്രം ഒരു നമ്മളെ നാടാകുമ്പോൾ നാച്ചുറൽ സൗന്ദര്യം, പുറം രാജ്യത്ത് പോയിട്ടാകുമ്പോൾ അതിൻ്റേതായ ഭംഗി, നമ്മുടെ നാട്ടിലാകുമ്പോൾ അതിൻ്റേതായ ഒരു നാടൻ കേരളീയ ഭംഗി. കടൽ നമ്മളെ നാട്ടിലെ തന്നെയാണ് നല്ലത്, ഭംഗിയാണ്. ഇതൊക്കെ ബീച്ചിൻ്റെ സൈഡിൽ, കടലിൻ്റെ സൈഡിലിരുന്ന പിന്നെ പാർക്കുകളാണ് ഇതൊക്കെ. ഇതാ കാറ്റാടി മരങ്ങളും കുറച്ച് ആയിട്ട് നല്ല ആൾക്കാരുണ്ട്. എപ്പോഴും തിരക്ക് തന്നെ ഇവിടെ. കുട കളർഫുള്ളായിരിക്കില്ല, നല്ല കളർഫുള്ള കുട. ഇത് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന പണി. കുറേ വർഷമായി, ഒന്നും ആയില്ല, ഇതുവരൊന്നും ആയില്ല. അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നതാ. ഞാൻ വളരെയധികം പല കളറുടെ കുട എനിക്ക് അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുതന്നിട്ടുണ്ട്. കുറേ കൊടുത്തില്ല. അതിപ്പോൾ 2-3 വർഷം മുന്നേ വരുന്ന വരൽ കൊണ്ടുവന്നത്. ഈ അടുത്ത കാലത്തൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. കയ്യോ കയ്യോ SLC ബാച്ചിലുള്ള നമ്മളെല്ലാ കൂട്ടുകാരും ഒന്നിച്ച് പഠിച്ചതാണ്, ഞങ്ങൾ SLC വരെ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പിന്നെ തലശ്ശേരി പിന്നെ ധർമ്മടം തുരുത്തിലാണ് നമ്മളിന്ന് കൂടിയത്. കുറച്ച് ആൾക്കാർ ഇതാ പിന്നെ ഒറീസ എന്നുള്ള ആള്, പിന്നെ ഗുജറാത്തിൽ നിന്നുള്ള ആള് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടി സന്തോഷത്തോടെ നമ്മളിവിടുന്ന് അടിച്ചു പൊളിച്ചിട്ട് പിരിയാന്ന് വിചാരിച്ചതാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളെ